അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദർശന വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് റബീ സന്ദേശ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഖുദൈരി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളെയാണ്. അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണത്തിന് വേണ്ടി മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أما بعد فقد قال الله سبحانه وتعالى في القرآن الحكيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم. സമാദരണീയരായ ദർശന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായ അഭിവന്ദരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയങ്കരരായ ഇതിൻ്റെ അഡ്മിൻ ഡെസ്ക്, യുവസമൂഹത്തിൻ്റെ ആവേശവും കണ്ണൂർ ജില്ലയിലെ യുവസമൂഹത്തിൻ്റെ ആവേശവും കണ്ണൂർ ജില്ലയിലെ സംഘടനാ രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന പ്രതിഭാശാലിയും നമ്മുടെ പ്രിയൻ സുഹൃത്തുമായ മുനീർ മൗലവി പറമ്പായി, അഡ്മിൻ ഡെസ്കിലെ യുവപണ്ഡിതൻ പ്രിയപ്പെട്ട അബ്ദുൽ ഫത്താഹ് ദാരിമി, മുദരിസ് ജാമിയ അസ്സദിയ ഇസ്ലാമിയ പാപ്പിനിശ്ശേരി, പ്രിയങ്കരരായ ചന്ദേര ഇസ്മായിൽ മൗലവി, പ്രമുഖരായ ഇതിൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ ഈ റബീഉൽ അവ്വലിൽ അനുഗ്രഹീതമായ റബീഉ സന്ദേശം നൽകുന്നതിൽ അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്.
അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ പരിപാടി ഇനിയും പല പ്രമുഖരായ പ്രഭാഷകരും അണിനിരന്നുകൊണ്ട് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കും എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൽക്കർമ്മമായി ഇത് സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. യുഗാന്തരങ്ങൾ പിന്നിട്ടാലും വിശ്വമാനവികതയുടെ പ്രബോധകരായ പ്രവാചക വചനങ്ങളുടെ പ്രസക്തി എന്നും ഓരോ കാലഘട്ടങ്ങളിലെയും ജനഹൃദയങ്ങളിൽ ഉണർത്തുപാട്ടായി അലയടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദർശന വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെപ്പോലെ വളരെയധികം ആളുകൾ വിശുദ്ധമായ സന്ദേശം ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആവുന്ന സേവനങ്ങളെല്ലാം ഈ വിഷയത്തിൽ ചെയ്യുകയും മഹാനായ അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബ്ബത്ത് വളരുന്ന സമൂഹത്തിൽ ജ്വലിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. വിശ്വമാനവികതയുടെ വിമോചകനായ, അടിച്ചമർത്തപ്പെട്ട അടിമകളുടെ സമുദ്ധാരകനായ, കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ, തകർത്ത് തെരിപ്പണമാക്കപ്പെട്ട മാനുഷിക മൂല്യങ്ങളുടെ പുനഃസംവിധായകനായ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ, ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിലെ രാജകുമാരനായി പ്രശോഭിക്കുന്ന ഈത്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചായിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ, ചങ്കില ചോരയായ, കരളിന്റെ കാതലായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എത്ര തന്നെ പുകഴ്ത്തിയാലും പ്രിയപ്പെട്ടവരെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ പ്രവാചകരെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ പ്രവാചകർ എന്ന മഹത്തായ വിഷയമാണ് അല്പസമയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. പ്രവാചകരെ, നാം അങ്ങേ താങ്കളെ സത്യസാക്ഷിയും വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും അവിശ്വാസികൾക്ക് മുന്നറിയിപ്പുകാരനുമാണ് അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ അള്ളാഹുവിലേക്ക് അവന്റെ സമ്മതപ്രകാരം ജനങ്ങളെ ക്ഷണിക്കുന്നവനുമാക്കിയിരിക്കുന്നു. ഈ സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബർസബി റളിയല്ലാഹു അൻഹു പറയുന്നു: അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യത്തിലൂടെ മറ്റ് നബിമാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തനും ഉന്നത സ്ഥാനീയനുമാകുന്നു. മറ്റു പ്രവാചകർ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യവുമായിട്ടായിരുന്നു അയക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അധാർമികതകളിൽ മുഴുകി നിന്നിരുന്ന ഓരോ ജനസമൂഹത്തെയും സമുദ്ധരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അള്ളാഹു ലോകത്ത് 1,24,000 പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചിട്ടുണ്ട്. ആ ഒരു പ്രവാചക ശൃംഖലക്ക് പൂർണാർത്ഥത്തിലുള്ള പരിസമാപ്തിയായിട്ടാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരായ അറബി സമൂഹത്തിലേക്ക് നിയുക്തരാവുന്നത്. AD 570 ജനിച്ച് 610 പ്രവാചകത്വം ലഭിക്കുന്നത് വരെയുള്ള നീണ്ട 40 വർഷക്കാലം തന്നെ
ഇലാഹിയായ ഇടപെടലുകളെ കൊണ്ട് സംഭവബഹുലമായിരുന്നു തിരുമേനിയുടെ ജീവിതം. തീർത്തും സ്വാഭാവികമായ ബാലലീലകളിൽ നിന്ന് അകന്നു നിന്നും 100% സത്യസന്ധത പുലർത്തിയും തന്റെ സമൂഹത്തെ കൊണ്ട് അല്ലമീൻ വിശ്വസ്തനെന്ന് ഏറ്റുവിളിപ്പിച്ചത് വഴി അള്ളാഹു അറബികൾക്ക് മുന്നിൽ തിരുമേനിയുടെ പ്രവാചകത്വം പരോക്ഷമായി അറിയിക്കുകയായിരുന്നു. 63 വർഷത്തിന്റെ തിളങ്ങുന്ന ആയുഷ്കാലത്തിനിടയിൽ സൃഷ്ടികളിൽ മഹാശ്രേഷ്ഠനും അള്ളാഹുവുമായി അഭിമുഖ സംസാരം നടത്തിയതടക്കമുള്ള അനുഗ്രഹങ്ങൾ വഴി അള്ളാഹുവിന്റെ സ്നേഹഭാജനമായി തീർന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബി തിരുമേനിയെ അള്ളാഹു എങ്ങനെ പരിചയപ്പെടുത്തുന്നു, ഏതൊക്കെ വഴികളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പ്രവാചകത്വം സാക്ഷ്യപ്പെടുത്തുന്നു. AD 6-ാം നൂറ്റാണ്ട് മുതൽ ലോകാവസാനം വരെ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ജിന്നുകൾക്കും മാർഗദർശിയായി അയക്കപ്പെട്ട അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രവാചകർക്ക് ഇറക്കപ്പെട്ട ദിവ്യഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നബിയുടെ പേര് പരാമർശിക്കുന്ന ഇടങ്ങൾ വളരെ വിരളമാണ്. അപ്പൊ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് ഏത് വിധേനയാണ് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അത് വിശകലന വിധേയമാകേണ്ട വിഷയമാണ്. സത്യത്തിൽ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായും മുൻകാല വേദങ്ങളിൽ പ്രകടമായും സൂചനയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ പ്രവാചക ശൃംഖലയുടെ അന്തിമഗണ്ണിയായി അവതരിക്കുക എന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. മുഹമ്മദ്, അഹ്മദ് എന്നീ നാമങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അഭിസംബോധന ചെയ്യപ്പെടുന്നതും പരിചയപ്പെടുത്തുന്നതും അപൂർവമാണെങ്കിലും അവിടുത്തെ പ്രാകൃതമായ പ്രത്യേകമായ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പലവരു പ്രവാചകർ പരാമർശിക്കപ്പെടുന്നുണ്ട്. എല്ലാം തന്നെ തിരുമേനിയുടെ പ്രവാചകത്വത്തിലേക്കുള്ള വ്യക്തമായ സൂചനകളുമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകരെ പോലെ ഒരു പ്രവാചകർ തന്നെയാണ്. ഉഹദ് യുദ്ധാനന്തരം മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് നിഷേധിച്ചു നടന്ന മക്കയിലെ അവിശ്വാസികൾക്കുള്ള മറുപടിയായിട്ടാണ് അല്ലാഹു ഈ വചനം അവതരിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അവരോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കടുത്ത സമീപനവും അവർക്കിടയിൽ സഹവർത്തിത്വവും വെച്ച് പുലർത്തുന്നവരുമാണ്, കരുണ ചെയ്യുന്നവരാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബർസവി റളിയല്ലാഹു അൻഹു തന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ റൂഹുൽ ബയാനിൽ വിശദമാക്കുന്നു. തൽഖീഹുൽ അദ്ഹാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, താങ്കൾ കാരണത്താലാണ് മുഴുവൻ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടതെന്ന് നബി തിരുമേനി അല്ലാഹു അറിയിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഭൂമി ആകാശത്തിനിടയിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും താൻ അല്ലാഹുവിന്റെ ദൂതരാണെന്ന് വ്യക്തമായി അറിയും. മുഴുവൻ ആത്മാവുകൾക്ക് മുന്നിലും അല്ലാഹു പ്രത്യക്ഷനായപ്പോൾ അവയിൽ ആദ്യം അല്ലാഹുവിനെ കണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ ആത്മാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം മൊഴിഞ്ഞു. പ്രത്യാദരപൂർവം അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പൂർത്തീകരിക്കുകയുണ്ടായി.
ഈ ഒരർത്ഥത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം അലൈഹിസ്സലാം മണ്ണിനും വെള്ളത്തിനും ഇടയിലായിരുന്നപ്പോൾ തന്നെ താൻ നബിയായിരുന്നു എന്ന് പറഞ്ഞത്. അഥവാ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്നേ പ്രവാചകത്വം സിദ്ധിച്ചവരും തന്റെ നിയോഗത്തെക്കുറിച്ച് അറിവുള്ളവരുമായിരുന്നു. റൂഹുൽ ബയാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ നമുക്ക് ആകാശഭൂമികളുടെ സംവിധായകനെ പരിചയപ്പെടുത്തി തന്നത്, ആരാണോ നമ്മുടെ ഹൃദയങ്ങളിലെ വേദനകളെ മാറ്റിക്കളയുന്നത്, പ്രതിസന്ധികളുടെ കൊടുമുടികളിലേക്ക് നമ്മളെ വലിച്ചു കയറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആരാണോ ഹൃദയത്തിന് സമാധാനം നൽകുന്നത്, ആരോടുള്ള ഹൃദയബന്ധമാണോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്, തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത്, ആരിലാണോ നമ്മുടെ സ്നേഹം ചെന്നവസാനിക്കുന്നത്, സ്നേഹമെന്ന വികാരം ഏത് സൃഷ്ടിയിലാണോ ചെന്നവസാനിക്കുന്നത്, ആരാണോ നമ്മുടെ സ്നേഹത്തിന്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചത്, എവിടെയാണോ സ്നേഹത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്, ആരെപ്പറ്റിയുള്ള പരാമർശം കൊണ്ടാണോ നമ്മുടെ വാക്കുകൾ സ്വീകാര്യമാകുന്നത്, ആരുടെ മധുഹകൾ പാടുന്നത് കൊണ്ടാണോ നമ്മുടെ ശബ്ദം സ്വീകാര്യമാകുന്നത്, ആരോടുള്ള പ്രേമമാണോ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്, ആരാണോ നമുക്ക് വേണ്ടി പരലോകത്ത് ശഫാഅത്ത് ചെയ്യുന്നത്, ആരാണോ അത്ഭുത വെള്ളമായ ഹൗദുൽ കൗസർ വെള്ളം ഞങ്ങൾക്ക് കോരിത്തരാൻ കാത്തിരിക്കുന്നത്, ആരാണോ നമുക്ക് വേണ്ടി റബ്ബിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, ആ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വീണ്ടും സഫിൽ അല്ലാഹു പറയുകയാണ്, വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ വാസ്തവമാക്കുകയും ചെയ്യുന്ന നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനാണ് താനെന്ന് ഈസാ ഇബ്നു മറിയം പറഞ്ഞു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ ഇത് വ്യക്തമായ മാരണമാണെന്ന് പറഞ്ഞവർ നിഷേധിച്ചു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ വിശദീകരിക്കുകയാണ്. നബി തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളെ വിവരിക്കാൻ സ്വഹാബാക്കൾ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും ഈസാ നബിയുടെ സന്തോഷ വാർത്തയുമാണ്. എന്നെ ഗർഭം ചുമന്ന സമയത്ത് മാതാവിൽ നിന്ന് ഷാമിലെ ബസ്ര കൊട്ടാരങ്ങളെ ജ്വലിപ്പിക്കുമാർ ദീപ്തമായൊരു പ്രകാശം പുറപ്പെടുകയുണ്ടായിട്ടുണ്ട്. നമുക്ക് ശേഷം മറ്റു വല്ല സമൂഹവും ഇവിടെ വരാനുണ്ടോ എന്ന് ചോദിച്ച തന്റെ അപ്പോസ്തലന്മാരോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പണ്ഡിതരും തത്വജ്ഞാനികളും ഗുണവാന്മാരും ഭയഭക്തരുമായ മുഹമ്മദ് നബിയുടെ സമൂഹം ശേഷം വരാനുണ്ട്. അറിവിന്റെ കാര്യത്തിൽ അവർ പ്രവാചകന്മാരെ പോലെയാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന ചെറിയ തോതിലുള്ള അതിജീവന മാർഗങ്ങളിൽ അവർ സംതൃപ്തരാണ്. അവർ ചെയ്യുന്ന നിസ്സാരമായ ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹു തിരിച്ചും തൃപ്തനാണ്. അങ്ങനെ ചുരുക്കം സൂക്തങ്ങളോടുകൂടെയാണെങ്കിലും നബി തിരുമേനിയുടെ പ്രവാചകത്വം അല്ലാഹു വളരെ സ്പഷ്ടവും അസന്നിഗ്ധവുമായി ഖുർആൻ മുഖേന വ്യക്തമാക്കുന്നുണ്ട്. അതോടുകൂടെ പ്രവാചകന്റെ സവിശേഷതകളെയും പ്രവാചകർ കാരണം സമുദായത്തിന് അല്ലാഹു നൽകിയ ഒട്ടനേകം അനുഗ്രഹങ്ങളെയും കുറിച്ച് ധാരാളം ഖുർആനിക സൂക്തങ്ങളുമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പലവിധേന അല്ലാഹു ആദരങ്ങൾ അർപ്പിച്ചു നൽകുന്നതും ഖുർആനിൽ കാണാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. ചില ത്യാഗങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബികൾക്കും ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നബി തങ്ങളുടെ പിരടിയിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിടാൻ ശത്രുക്കൾ ശ്രമിച്ചു. ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുൽ പൊള്ളുന്ന മണലിൽ കടത്തി മർദ്ദിച്ചു. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തടിച്ച് ബോധം കെടുത്തി. ബഹിഷ്കരണം കാരണം ശുഐബ് അബീ ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഒറ്റപ്പെട്ട് ജീവിച്ചു. ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ ഭക്ഷിച്ചു. അത് കാരണം വിസർജ്യങ്ങൾ വരെ മൃഗങ്ങളുടെ വിസർജ്യം പോലെയായിത്തീർന്നു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് അഭയം തേടി ചെന്നു. അവരും നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു ഉപദ്രവിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർദ്ദിക്കുന്ന രംഗം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്കരികിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കെ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് വന്ന് അവിടുത്തെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിയിൽ ചവിട്ടി. നബി തങ്ങളുടെ കഴുത്തിൽ ശത്രുക്കൾ ശക്തമായി പിടിച്ചു ഞെക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും താടിയും പിടിച്ചു വലിച്ചു. അവിടുത്തെ കൂടുതൽ മുടികളും പറഞ്ഞു വീണു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുന്നത്? ഫജദബൂ റഅസഹു വലിഹിയതഹു ഹത്താ സഖത അക്സറു ശഅരിഹി. അബൂബക്കർ ചോദിക്കാണ്, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. നബി തങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ ഉഖബ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധരാവുന്ന രംഗം. അബൂബക്കറിന്റെ സ്നേഹം, വലീദ് ബിൻ മുഗീറയുടെ ഉപദ്രവം എല്ലാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു ത്യാഗനിർഭരമായ ജീവിതത്തിനിടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ ധൈര്യത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം ഒരു ദിവസം 38 മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പരസ്യ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, നമ്മൾ കുറച്ചാളുകളേ ഉള്ളൂ. യാ അബൂബക്കർ ഇന്നാ ഖലീൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായി. എല്ലാവരും പള്ളിയുടെ വിവിധ മൂലകളിലായി അവരവരുടെ കുടുംബങ്ങൾക്കിടയിൽ കൂട്ടം തെറ്റിയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഇത് കണ്ട മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവർ ചവിട്ടുകയും അടിക്കുകയും ചെയ്തു. ഉത്ബത്ത് ബിൻ റബീഅ വന്ന് 2 ചെരുപ്പുകൾ കൂട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്താഞ്ഞടിക്കുകയും വയറ്റത്ത് ചവിട്ടി കയറുകയും ചെയ്തു. മൂക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അടിയുടെ അടയാളം അദ്ദേഹത്തിന്റെ മുഖത്ത് പതിഞ്ഞു. അപ്പോൾ കുടുംബക്കാരായ ബനൂ തൈം ഗോത്രക്കാര് വന്ന് അദ്ദേഹത്തെ മുശ്രിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു വസ്ത്രത്തിൽ എടുത്ത് വീട്ടിലെത്തിക്കുകയും ചെയ്തു. ബീബി റളിയല്ലാഹു ആയിഷ ബീബി പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചു എന്നതിൽ അവർക്കൊരു സംശയവുമില്ലായിരുന്നു. വലാ യഷ്കൂന ഫീ മൗതിഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പള്ളിയിലേക്ക് തിരിച്ചു ചെന്ന് മുശ്രിക്കുകളോട് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അബൂബക്കർ മരണപ്പെട്ടാൽ ഉത്ബത്ത് ഇബ്നു അബീ റബീഅയെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും. വല്ലാഹി ലഇമ്മാത അബൂബക്കറിൻ ലനഖ്തുലൻ ഉത്ബത്ത് ഇബ്നു റബീഅ.
അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഉത്ബത്ത് ബിൻ അബീ റബീഅയെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു ചെന്നു. ബനൂ തൈം ഗോത്രക്കാരും പിതാവ് അബൂ ഖുഹാഫയും നിരന്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, മാ ഫുഇല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് സംഭവിച്ചു? ചോദ്യം കേട്ട അവർ വീണ്ടും നബിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി. പോകുമ്പോൾ മാതാവ് ഉമ്മുൽ ഖൈറിനോട് ഈ സംഭവം നടക്കുമ്പോൾ അവർ അവിശ്വാസിയായിരുന്നു, അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തു പറ്റി എന്ന് അദ്ദേഹം ഉമ്മയോടും അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, വല്ലാഹി മാലി ഇൽമും ബിസാഹിബിക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇദ്ഹബി ഇലാ ഉമ്മി ജമീൽ ബിൻതിൽ ഖത്താബ് ഫസ്അലിഹാ അൻ, എങ്കിൽ നിങ്ങൾ ഖത്താബിന്റെ മകൾ ഉമ്മു ജമീലിന്റെ, അവർ മുസ്ലിമായിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്ത് ചെന്നിട്ട് നബി തങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കുക. അവർ ഉമ്മു ജമീലിന്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരുടെ മറുപടി, മാ അരിഫു അബൂബക്കറിൻ വലാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്, അബൂബക്കറിനെ കുറിച്ചോ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിനെ കുറിച്ചോ എനിക്കറിയില്ല. അവിശ്വാസിയായ ഉമ്മുൽ ഖൈറിന് മുമ്പിൽ അവർ വിവരങ്ങൾ മറച്ചു വെച്ചതായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മകന്റെ അടുക്കലേക്ക് വരാം. ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. രംഗം കണ്ട അവർ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ ചെയ്തവർ തെമ്മാടികളും അവിശ്വാസികളുമാണ്, അല്ലാഹു അവർക്ക് ശിക്ഷ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബിക്ക് എന്ത് സംഭവിച്ചു? മറുപടി പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉമ്മ കേൾക്കുമല്ലോ. ഹാദിഹി ഉമ്മുക തസ്മഉ, അവർ അവിശ്വാസിയല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലാ ശൈഅ അലൈകി മിൻഹാ, ഒന്നും തന്നെ അവർ നിങ്ങളെ ചെയ്യൂല, ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഉമ്മുൽ ജമീൽ മറുപടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണുള്ളത്? മറുപടി വന്നു, ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂഖ തആമൻ വലാ അശ്റബ ശറാബൻ ഔ ഉത്തിയ റസൂലല്ലാഹ്. മാഷാഅല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഉള്ളതെന്നതിന്റെ മറുപടി അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട്. അപ്പോൾ അബൂബക്കർ പറയാണ്, നബിയുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വരെ ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, അല്ലാഹുവിന് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ജനങ്ങളെല്ലാം അടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് തിരിയുകയും ചുംബിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നബി തങ്ങൾ അദ്ദേഹത്തോട് വല്ലാതെ കരുണ കാണിച്ചു. അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ അങ്ങയ്ക്ക് സമർപ്പിതം. ആ തമ്മാടി എന്റെ മുഖത്തടിച്ച പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. എന്റെ ഈ ഉമ്മ അവരുടെ മകനോട് വലിയ ഗുണം ചെയ്യുന്നവനാണ്. വഹാദിഹി ഉമ്മീ ബർറത്തുൻ ബിവലദിഹാ വഅൻത മുബാറകും ഫദ്ഉഹാ ഇലല്ലാഹ് വദ്ഉല്ലാഹ ലഹാ അസല്ലാഹു അൻ യസ്തൻഖിദഹാ ബിക മിനന്നാർ.
അങ്ങ് ബറക്കത്താക്കപ്പെട്ടവനാണല്ലോ. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരങ്ങ് ക്ഷണിച്ചാലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താലും അങ്ങ് കാരണം അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർ മുസ്ലിമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിനെ ആദ്യം പരസ്യമാക്കിയത് 7 പേരാണ്. 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അബൂബക്കർ റളിയല്ലാഹു അൻഹു, 3 അമ്മാർ റളിയല്ലാഹു അൻഹു, 4 അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹ, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു. ഇതിൽ നബി തങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണമേകാൻ മൂത്താപ്പ അബൂ താലിബും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ജനതയും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ മുശ്രിക്കീങ്ങൾ പിടികൂടുകയും ഇരുമ്പിന്റെ അങ്കികൾ അവരെ ധരിപ്പിക്കുകയും സൂര്യതാപത്തിൽ അവരെ വെന്തുരുക്കുകയും ചെയ്തു. ഇതിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടി കുട്ടികൾക്ക് നൽകി. അവർ അദ്ദേഹത്തെയും കൊണ്ട് മക്കയിലെ ചെരുവിലൂടെ ചുറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അഹദ് അഹദ് അല്ലാഹു അഹദ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശത്രുക്കൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു കയറിടുകയും ശേഷം കുട്ടികൾക്ക് കളിക്കാൻ നൽകുകയും ചെയ്തു. ആ കയറിന്റെ അടയാളം അദ്ദേഹത്തിന്റെ കഴുത്തിൽ പതിഞ്ഞിരുന്നു. ഈ സംഭവം ഉദ്ധരിച്ച ശേഷം ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മാധുര്യം കൊണ്ടായിരുന്നു ശത്രുക്കളുടെ ഈ പീഡനങ്ങളെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു തരണം ചെയ്തിരുന്നത്. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും കണ്ടുമുട്ടുന്നതിലുള്ള സന്തോഷത്തിന്റെ മാധുര്യം കൊണ്ടാണ് വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം മരണവേദനയെ മറികടന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയം അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ സങ്കടമേ എന്ന് പരിതപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ സന്തോഷമേ. വാ തർബാ ഗദൻ അൽഖാ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സന്തോഷമേ, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും കണ്ടുമുട്ടുമല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ, സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ, മിഖ്ദാദിന്റെ, ബിലാലിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗങ്ങൾ, അചഞ്ചലമായ വിശ്വാസത്തിലൂടെ പ്രശ്നങ്ങൾ മറികടക്കാമെന്ന് നമ്മെ പഠിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങളുടെ ക്രൂരതകൾ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുകയാണ്. ബിലാലിന്റെ വഫാത്തിന്റെ സമയം പ്രവാചക സ്നേഹത്തിലൂടെ പ്രയാസങ്ങളെ മറികടക്കുന്നു, വേദനകളിൽ സമാധാനം കണ്ടെത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മനസ്സിലാക്കുകയും ധാരാളം സ്വലാത്തുകളിലൂടെയൊക്കെ പുണ്യനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. മാനവ സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ വഴികാട്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതരിൽ നിങ്ങൾക്ക് മഹത്തായ മാതൃകയുണ്ട്. സ്വന്തം ജീവനേക്കാളേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ആ സ്നേഹം ഹൃദയത്തിൽ വളർത്തിയെടുക്കൽ അത്യന്താപേക്ഷിതമാണ്.
ലോകത്ത് പലതിനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം കേവലം നൈമിഷികമായ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ ആവശ്യ പൂർത്തീകരണം കഴിയുന്നതോടെ ആ സ്നേഹം നാം മറക്കുന്നു. എന്നാൽ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം അങ്ങനെയല്ല. ഇരു ലോകത്തും നമുക്കുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് ഹബീബിനോടുള്ള മഹബത്ത്. തിരുപ്രവാചക സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. തിരുനബിയെ സ്നേഹിക്കാതെ ഒരാൾക്കും ഒന്നും നേടാനായിട്ടില്ല. ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും നേരിടുന്ന പ്രയാസങ്ങൾക്ക് മുത്തുനബിയിലൂടെ പരിഹാരം കണ്ടെത്താനാവും. മുൻഗാമികളെല്ലാം നമുക്ക് മാതൃക കാട്ടിത്തന്നത് അങ്ങനെയാണ്. മനസ്സകങ്ങളിൽ പ്രയാസങ്ങൾ പുകയുമ്പോൾ അവർ ശമനം കണ്ടെത്തിയത് തിരുനബിയുടെ മദ്ഹുകളിലൂടെയായിരുന്നു. സ്വലാത്തു ചൊല്ലിയും ബുർദ ചൊല്ലിയും ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തിയും കഴിഞ്ഞ കാലത്തുള്ള മഹത്തുക്കൾ സായുജ്യരായി. നബി തിരുമേനിയെ സ്നേഹിക്കണമെങ്കിൽ അവിടത്തെക്കുറിച്ച് പഠിക്കണം. പഠിച്ച് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം മധുരിതമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദർശന വാട്സപ്പ് കൂട്ടായ്മ മദ്ഹുർ റസൂൽ പ്രഭാഷണങ്ങളും മതപ്രഭാഷണങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് മഹബ്ബത്തിനുള്ള കൽബിൽ മഹബ്ബത്തിന് എന്ത് വേണം? പുണ്യനബിയോടുള്ള മഹബ്ബത്ത് കൽബിൽ ഇടം പിടിക്കണം. അതാണ് വിശ്വാസിയുടെ വലിയ നിദാനം. ഹബീബിനെ സ്നേഹിച്ചാൽ തിരിച്ചു ലഭിക്കുമെന്നത് തീർച്ചയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സ്നേഹം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. മനമറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈവിട്ടില്ല. അതും ഏറ്റവും വലിയ പ്രയാസഘട്ടമായ ഖബറിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഏറ്റവും വലിയ പ്രവാചക സ്നേഹി. ഈമാനിലൂട്ടിയ അദ്ദേഹത്തിന്റെ സ്നേഹം അളക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. നബിതങ്ങൾക്ക് വേണ്ടി ജീവിതം നൽകിയവർ, സമ്പത്ത് നൽകിയവർ, സമയം നൽകിയവർ, എല്ലാം മാറ്റിവെച്ചവർ. അവരുടെ പ്രതീക്ഷ ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ സ്നേഹം കൈമുതലാക്കലാണ്. അതിലാണ് വിജയം. നമുക്കെങ്ങനെ നബിതങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തത്തെക്കാളേറെ നമ്മെ സ്നേഹിച്ചവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. തായിഫിന്റെ മണ്ണിൽ വെച്ച് കല്ലേറേറ്റു വാങ്ങിയത് നമുക്ക് വേണ്ടി, സുബ്ഹ് വരെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി, വഫാത്തിന്റെ സമയത്ത് ഉപദേശം നൽകിയത് നമുക്ക് വേണ്ടി, മഹ്ശറിൽ അല്ലാഹുവിന് മുന്നിൽ സുജൂദിൽ കിടക്കുന്നത് വരെ നമുക്ക് വേണ്ടി, എല്ലാം നമുക്ക് വേണ്ടി സമർപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെ സ്വയം സമർപ്പിതരാകാതിരിക്കും? അല്ലാഹുവേ, ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇമാം ഖസ്തല്ലാനി അൽ മവാഹിബുൽ ലദുന്നിയയിലും ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അശ്ശിഫാ എന്ന ഗ്രന്ഥത്തിലും പ്രവാചക സ്നേഹത്തിന്റെ വിവിധ അടയാളങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അൽ ഇഖ്തിദാഉ ബിഹി വസ്തിഅമാലു സുന്നതിഹി. നബി തങ്ങളുടെ ചര്യ സ്വീകരിക്കലും അവിടുത്തെ മാർഗത്തിൽ പ്രവേശിക്കലും അവിടുന്ന് നിശ്ചയിച്ച പരിധിയിൽ ഒതുങ്ങി നിൽക്കലും ഇതിൽ ഉൾപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. നബിയേ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ പിൻപറ്റുക, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ആയത്തിന്റെ ചർച്ചയിൽ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം അവർ നബിയെ അനുസരിക്കലാണെന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിലല്ല കാര്യം, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതിലാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ അകവും പുറവും പിന്തുടരാതെ അവൻ നിന്നെ ഇഷ്ടപ്പെടുകയില്ല. فليس الشأن أن تحب الله بل الشأن أن يحبك الله ولا يحبك إلا إذا اتبعت حبيبه ظاهرا وباطنا. അതുകൊണ്ട് ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. നബി തങ്ങൾ നിങ്ങൾ എന്നെ
പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ വചനത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? ഹബീബിനെ പിന്തുടരാതെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുകയില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു വഴിയായി നബി തങ്ങൾ പറയാണ്, വമൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഒരാൾ എന്റെ ചര്യയെ ജീവിപ്പിച്ചാൽ അവൻ എന്നെ തീർച്ചയായും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ സ്വർഗത്തിൽ അവൻ എൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തിരുചര്യ അനുസരിച്ച് ജീവിക്കലാണ് നബി തങ്ങളെ പിൻപറ്റുക. സ്വർഗത്തിൽ നബിയോടൊപ്പം കൂടാൻ ഒരുപാട് സുന്നത്തുകൾ ഹയാത്താക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ പ്രവാചകരുടെ സ്നേഹത്തിലൂടെ മാത്രമേ, പ്രവാചകരെ പിൻപറ്റുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോ നബി തങ്ങളെ പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യലാണ് ഒന്നാമത്. രണ്ടാമത്തെ അടയാളം നബി തങ്ങൾ നിയമമാക്കിയ കാര്യങ്ങളെ തൃപ്തിപ്പെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിച്ച ഒന്നിനോടും അവന്റെ മനസ്സിൽ വിഷമം തോന്നരുത്. അല്ലാഹു പറയുകയാണ്, നബിയേ ഫലാ വറബ്ബിക ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയസല്ലിമൂ തസ്ലീമാ. അള്ളാഹു പറയുകയാണ്, നബിയെ അങ്ങയുടെ രക്ഷിതാവ് തന്നെ സത്യം. അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തെക്കുറിച്ച് അങ്ങയെ വിധികർത്താവാക്കുകയും പിന്നീട് അവർ അങ്ങ് വിധിച്ചതിനെ കുറിച്ച് അവരുടെ മനസ്സുകളിൽ വിഷമങ്ങളില്ലാതിരിക്കുകയും അതിനെ പൂർണ്ണമായി സമ്മതിച്ചനുസരിക്കുകയും ചെയ്യുന്നവരെ ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസികളാവുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ വിധികൾ അംഗീകരിക്കാതെ കൽബിൽ നബി തങ്ങളെ കുറ്റപ്പെടുത്തുന്നവരിൽ നിന്ന് അല്ലാഹു മുഅ്മിൻ എന്ന പേരൂരിക്കളഞ്ഞിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുൽ ആരിഫീൻ താജുദ്ദീൻ ശാദിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാളുടെ വാക്ക്, പ്രവൃത്തി, ഒരു കാര്യം സ്വീകരിക്കൽ, ഉപേക്ഷിക്കൽ, സ്നേഹം, ദേഷ്യം തുടങ്ങിയവയിൽ അവന്റെ ശരീരത്തിന്മേൽ അല്ലാഹുവിനെയും റസൂലിനെയും വിധികർത്താവാക്കാതെ അവന് യഥാർത്ഥ ഈമാൻ കൈവരിക്കാനാവില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഹാൻ പറയുന്നു, സ്നേഹത്തിന് 3 അടയാളങ്ങളുണ്ട്. ഒന്ന്, സ്നേഹിയുടെ സംസാരം സ്നേഹിതനെ കുറിച്ചായിരിക്കും. 2, അവന്റെ മൗനം സ്നേഹിതനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. 3, അവന്റെ കർമ്മം സ്നേഹിതനെ അനുസരിക്കലായിരിക്കും. അപ്പൊ നബിയെ അനുസ്മരിക്കുക, പഠിക്കുക സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. ഹബീബും മഹബൂബും തമ്മിലുള്ള ബന്ധവും നാം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. 6ാമത്തെ അടയാളം, നബിയെ അനുസ്മരിക്കുമ്പോൾ ആദരവ് പ്രകടിപ്പിക്കുക. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ഭക്തിയും വിനയവും അശക്തതയും പ്രകടിപ്പിക്കുക. നബി തങ്ങളെ കാണാൻ കൊതിക്കലാണ് 7ാമത്തത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി തങ്ങളെ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക. മഹബ്ബത്തുഹു ലിമൻ അഹബ്ബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കുടുംബവും സഹാബികളും അതിൽപ്പെടും. അവരോട് ശത്രുത വെച്ചവരോട് ശത്രുത കാണിക്കലും നബിയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. നബിയുടെ പേരക്കിടാങ്ങളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, നിശ്ചയം ഞാൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു. അതിനാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, 9ാമത്തെ അടയാളം, നബി തങ്ങൾ ദേഷ്യപ്പെട്ടവരോട് നമ്മളും ദേഷ്യപ്പെടുക. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. നബി തങ്ങളുടെ താൽപര്യത്തിന് വേണ്ടി അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതെന്ന് കാണുകയില്ല. അതുകൊണ്ട് ആ വിഷയം നാം ശ്രദ്ധിക്കണം. 10ാമത്തെ വിഷയം ഖുർആനിനെ സ്നേഹിക്കലാണ്. അയ്യുഹിബ്ബൽ ഖുർആനല്ലദീ അതാ ബി. ഖുർആനിനെ സ്നേഹിക്കുക എന്നാൽ ഖുർആൻ പാരായണം ചെയ്യലും പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും ഖുർആനിന്റെ നിയമങ്ങളിൽ ഒതുങ്ങി ജീവിക്കലുമാണ്. ഹദീസിനെ സ്നേഹിക്കലാണ്. മഹബ്ബത്തു ഹദീസിഹി. 11ാമത്തെ അടയാളം അതാണ്. ഹദീസ് ക്ലാസ് എടുക്കുമ്പോ തേള് കുത്തിയപ്പോ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിൽ ധാരാളം സംഭവങ്ങൾ ആ വിഷയത്തിലൊക്കെ കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം നീണ്ടുപോയി. ഹദീസിനോടുള്ള സ്നേഹം കൊണ്ട് തേള് കുത്തിയവർ രക്ഷപ്പെട്ടത് മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. 12ാമത്തെ അടയാളം നബി തങ്ങളുടെ ഉമ്മത്തിനോട് കരുണ ചെയ്യലാണ്. നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, നബി സത്യവിശ്വാസികൾക്ക് കരുണ ചെയ്യുന്നവരും കൃപ കാണിക്കുന്നവരുമാണെന്നാണല്ലോ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ثلاث من كن فيه وجد حلاوة الإيمان. അനസ് റളിയല്ലാഹു അൻഹു വഴിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഞാൻ ഉപസംഹരിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടും. ഒന്ന്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റുള്ള സർവ്വതിനേക്കാൾ അല്ലാഹുവും അവന്റെ റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക. أن يعود في الكفر كما يكره أن يعود في الكفر كما يكره أن يقذف في النار. നരകത്തിലേക്ക് എറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ കുഫ്രിലേക്ക് മടങ്ങിപ്പോകുന്നത് വെറുക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും നാം സൂക്ഷിക്കണം. അള്ളാഹുവിനെ, നബിയെ കൂടുതൽ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുക. പ്രണയബന്ധങ്ങൾ, മുസ്ലിമായ കൂട്ടുകാരൻ, കൂട്ടുകെട്ടിലെ നാശങ്ങൾ, കുഫറിലേക്ക് മടങ്ങാതിരിക്കൽ, അചഞ്ചല വിശ്വാസം, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ഇനിയും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ സമയം അറിയാതെ നീണ്ടുപോയി. വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ്. വഅലൈക്കും അസ്സലാം. ദർശന ഗ്രൂപ്പ് അൽഹംദുലില്ലാഹ് അതിൻ്റെ ചരിത്രത്തിലെ ഒരു നിയോഗം പോലെ ആഴ്ചയിലൊരിക്കൽ, ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി, എല്ലാ ആഴ്ചയിലും പ്രമുഖരായ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി ആലോചിച്ചു. അഭിവന്ദരായ കൊതേരി മുഹമ്മദ് ഫൈദി ഉസ്താദ് അവറുകളുടെ ആദ്യത്തെ ദിവസത്തെ പ്രഭാഷണം തന്നെ ഏറെ ശ്രദ്ധേയവും ഈ ഗ്രൂപ്പിനോടും ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളോടുമുള്ള അമിതമായ താല്പര്യം കാരണം വളരെ റാഹത്തിലും സന്തോഷത്തിലും പഠനാർഹവുമായ പ്രഭാഷണമാണ് ഉസ്താദ് നടത്തിയത്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ശ്രവിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.